ഞങ്ങളിപ്പോൾ ഒരു ടെറസ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. സാങ്ച്വറി ഓഫ് ട്രൂത്തിന്റെ അതിമനോഹരമായ ദൃശ്യം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രസിദ്ധമാണ് തായ്ലൻഡിന്റെ ഈ ഐക്കോണിക് സിംബൽ. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തവരെല്ലാം ആദ്യം ഇവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ഒരു പനോരമിക് ദൃശ്യം തന്നെ ഇവിടെ നിന്നാൽ കാണാം. ഉച്ചയ്ക്ക് 12:30 സ്ലോട്ടാണ് ഞങ്ങൾക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്ത് വിസിറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം 30 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അതാണ് ഞങ്ങളുടെ ബാച്ച്. ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങി, അതായത് മരത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുമ്പോൾ വേറൊരു സംഘം ഇതുപോലെ തിരിച്ചു കയറി വരുന്നുണ്ടായിരുന്നു അവരുടെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ഹെൽമെറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റ് തരുന്നതിൻ്റെ ആവശ്യകതയൊക്കെ വിവരിക്കാനായിട്ട് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞങ്ങളുടെ ഗൈഡ് ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിലെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ തലയിൽ വീണ് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഈ ഹെൽമെറ്റ് ഇങ്ങനെ തരുന്നത്. അങ്ങനെ എല്ലാവരെയും വിഷ് ചെയ്തിട്ട് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് ഗൈഡ് ഇതിൻ്റെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞു തരികയാണ്.